ചട്ടിവണ്ടിയിൽ പോലും ഉണ്ടാകുന്ന ഇത്രയും വൃത്തിയിട്ട സാധനങ്ങളെ കണ്ട സാധനങ്ങൾ മുഴുവൻ മുറ്റത്തേക്ക് എറിഞ്ഞു. മീനിന്റെ ചെളുക്ക മുതൽ ബസ്സിന്റെ ടിക്കറ്റ് വരേണ്ടി പെടാ സൂര്യന്റെ താഴത്തുള്ള മുഴുവൻ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. നേരം വെളുക്കും മുഖ്യ പണി ഉണ്ടാക്കാൻ. അനക്ക് പിന്നെ ഇതല്ലാണ്ട് വേറെന്താ പണി? മാണ്ടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്ക. മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകർക്ക് ചിരപരിചിതയാണ് MIT മ്യൂസിയയിലെ പാത്തു. MIT മ്യൂസിയയിലെ പാത്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരഭിയാണ് ഇന്ന് നമ്മുടെ മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സുരഭി ന്യൂസ് ഓൺ മോർണിംഗിലേക്ക്. താങ്ക് യു. സീരിയലിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, സീരിയലിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കുറേ സിനിമകളിൽ വന്നു. ഒരു പുതിയ ചിത്രം ഈയിടെ ഇറങ്ങുകയും ചെയ്തു. എന്താണ് ആ ചിത്രത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതെ, ചിത്രത്തിൻ്റെ പേര് വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്നാണ്. അത് സഖാവ് 1940കളിലെ കഥയാണ് പറയുന്നത്. സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് ആണ് സിനിമ കൂടുതലും വരുന്നത്. പക്ഷേ എന്നാൽ കൂടി അതൊരു പാർട്ടി സിനിമയല്ല. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു ജീവിതം, ആ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെ ജീവിച്ചു, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോയത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. എല്ലാവരും പടം കണ്ട ആൾക്കാരെല്ലാവരും കരഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതൊരു 6 കിലോമീറ്ററോളം സെറ്റിട്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ പാടാണ് ആ സെറ്റിട്ട്. ഒരു ആർട്ട് ഡയറക്ടർ ഒരു 6 കിലോമീറ്ററോളം ആ കാലഘട്ടം സെറ്റ് ചെയ്ത് എടുത്തിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരെയാണ്. അനിൽ വി നാഗേന്ദ്ര എന്നാണ് ഡയറക്ടറുടെ പേര്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. നിർമ്മാതാവും അദ്ദേഹം തന്നെയാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു കനൽ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ പടം ഇപ്പോൾ പ്രേക്ഷകരിൽ എത്തിച്ചിരിക്കുന്നത്. ഒത്തിരി കഷ്ടപ്പാട്, കാരണം ആ ഒരു കാലഘട്ടം ചിത്രീകരിക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പോൾ പുതുമുഖനായിട്ടുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം ആ നാട്ടിലുള്ള അന്നത്തെ കാലഘട്ടത്തിലെ മുഖങ്ങളെ തപ്പിക്കൊണ്ട് നാട് നീളം നടന്ന് ഓഡിഷൻ ചെയ്ത് അതിലുള്ള ഒരു മെയിൻ സ്ട്രീമുള്ള കുറച്ച് ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ആ കാലഘട്ടത്തിലുള്ള പഴയ ആൾക്കാർ, കുട്ടികൾ, ഇവരൊക്കെ അദ്ദേഹം തിരഞ്ഞെടുത്ത് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 10ഓളം ഗാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു പഴയ കാലഘട്ടം ചിത്രീകരിക്കുമ്പോൾ എന്താണ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ചിത്രം മുഴുവൻ. കണ്ടവരെല്ലാവരും വളരെ ഇഷ്ടം പറയുന്നു. കോഴിക്കോട് അടുത്ത ആഴ്ചയാണ് ഇറങ്ങുക. ഇവിടെ നാട്ടിലിറങ്ങാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ അത് അടുത്ത ആഴ്ച ചിത്രം ഇവിടെ എത്തും. അപ്പോൾ എല്ലാവരും അത് പോയി കാണും. സുരഭി ഈ ചിത്രത്തിന്റെ ഭാഗമായത് വസന്തത്തിന്റെ കനൽ വഴി. ഞാൻ വേറൊരു ചാനലിൽ ഒരു സീരിയൽ ചെയ്തിരുന്നു, KK രാജീവ് സംവിധാനം ചെയ്ത. അപ്പോൾ ആ ചാനലിൽ നിന്ന് ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടറുണ്ട്. അദ്ദേഹം ഇതിൽ AKGയുടെ റോള് ചെയ്തത്. പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട് എങ്ങനെ ഒരു ആളെങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. ഒരു ചിരുത എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. കുറച്ച് കളർ കുറഞ്ഞ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ അവർ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് എന്നെ എടുത്തത്. ഞാൻ പിന്നെ ഒരു പുതിയ ആക്ടർ ഋതേഷ്, പിന്നെ സിദ്ദിഖ്, സമുദ്രക്കനിയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ. പക്ഷേ ഇതൊരു പാർട്ടി സിനിമയല്ല കേട്ടോ. അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊക്കെ ഇറങ്ങിയത് കൊണ്ട് പലരും നമുക്ക് തിയേറ്ററുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇത് പാർട്ടി അങ്ങനെയുള്ള ഒരു ഇതാണെന്ന്. പക്ഷെ അതല്ല. ഈ സിനിമ കണ്ടാൽ മാത്രമേ ഇത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇതില് 3000-ലധികം കഥാപാത്രങ്ങളുണ്ട്. അതിൽ തന്നെ 100-ലധികം പുതുമുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്ര വലിയൊരു ടീമിന്റെ ഭാഗമായി. അയ്യോ സത്യം, അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇതിൽ ഒരു കൊയ്ത്തിന്റെ ഇത്. ഇപ്പം സാർ എന്നോട് പറഞ്ഞത് കൊയ്ത്ത് അറിയാമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മളെവിടെ പോയിട്ട് കൊയ്ത്തൊക്കെ പഠിക്കുന്നത് നമ്മൾ അറിഞ്ഞൂടല്ലോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ കൊയ്ത പോലെ കൊയ്യണം. ഇന്ന് മെഷീനാണ്. പിന്നെ ഇപ്പോഴുള്ള ആൾക്കാരുടെ സ്റ്റൈല് വേറെയാണ്. അപ്പോൾ പഴയ കൊയ്ത്തുകാരെ കൊണ്ട് എന്നെ കൊയ്ത്ത് പഠിപ്പിച്ചിട്ടൊക്കെയാണ്. പക്ഷെ സിനിമയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ കൂടി അതിൻ്റെ ഒരു താളവും ആ പാട്ടുകൾ അതൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്തത്. അദ്ദേഹം അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അനിൽ സാർ. അതുപോലെ തന്നെ എനിക്കൊന്ന് പാട്ടുകളിലും വളരെ പ്രത്യേകതയുണ്ട്. ഒന്നിലധികം സംഗീത സംവിധായകരും അതുപോലെ നാടൻ പാട്ട് അതൊക്കെ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഒരുപാട് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് അങ്ങനെ പഴയ കാലം പറയുന്ന സമയത്ത് നമ്മൾ മറ്റു സിനിമകളിൽ ഇപ്പോൾ വിളിച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്നത് അത്ര പഴയ കാലഘട്ടത്തിലെ സിനിമ പറയുമ്പോൾ അത്രയും എന്റർടൈൻമെന്റ് ആ കാലഘട്ടത്തിന് ഒരു ഇന്നുള്ളവർക്ക് അത്ര ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കില്ല. പക്ഷെ ഇത് ഇന്നത്തെ ആൾക്കാരെ വൃത്തിയായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യിച്ചുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. അതിന് ഈ പാട്ടുകൾ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മുമ്പ് തന്നെ ചിത്രത്തിലെ പാട്ടുകൾ ഏറെക്കുറെ റെക്കോർഡായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് 8 പാട്ടുകളുണ്ട്, 20 സഹോദരി, പിന്നെ ഒരുപാട് പേര് എനിക്കിങ്ങനെ പേരെടുത്ത് പറയാനുണ്ട്. PK മേദിനി ഒരു
വലിയൊരു സാന്നിധ്യമല്ലേ സിനിമ? എന്താണ് ഗായിക മേദിനി. അവർ തന്നെ എൻ്റെ ഞാൻ പ്രായമായിട്ടുള്ള കാലം, അവരുടെ ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം അത് അവർ തന്നെ പാടിയിട്ടുള്ള പാട്ടുണ്ട്. അവരെയൊക്കെ കാണാൻ പറ്റിയത്, അവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയാം. അപ്പം നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ വലിയൊരു ഭാഗ്യമാണ്. അത്രയും ആൾക്കാരോട് നമുക്ക് അഭിനയിക്കാൻ പോവുകയാണെന്നൊന്നും അറിയില്ല. എല്ലാവരും രാവിലെ വന്ന് വെള്ളമുണ്ടും ഡ്രസ്സും ഇട്ടിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഈ അടിയന്മാരെ പോലെ 2 ദിവസം വെയിലത്ത് നിന്നപ്പോൾ പിന്നെ മേക്കപ്പ് ഒന്നും വേണ്ടാണ്ടായി. പിന്നെ ഈ പോസ്റ്റുകൾ, വീടുകൾ, ഇതൊന്നും പാടില്ലല്ലോ. അങ്ങനെയുള്ളൊരു പിന്നെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ മെയിൻ ചിത്രീകരണം നടന്നത്. ഒരു പാർട്ടി സിനിമയാകുന്ന സമയത്ത് അങ്ങനത്തെ അവിടുത്തെ കമ്മിറ്റി എന്തോ വലിയൊരു ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും വരും. അങ്ങനെ ഇതൊരു പാർട്ടി സിനിമയാണെന്ന് ഒരു പേര് വന്നതിലുള്ള ഒരു വിഷമമാണ്. അത് അങ്ങനെ അല്ല. അത് ഒന്ന് എല്ലാവരും പോയി കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവും. 40കളിലെ കഥയാണ് ചിത്രം പറയുന്നതെന്ന് സുരഭി പറയുകയുണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞൊരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ആ വേഷത്തിലൂടെ നമുക്ക് 100% നീതി പുലർത്താൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി ചരിത്രത്തിനെ കുറിച്ച് പഠിക്കുകയോ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായില്ല? അല്ല, ഇത് സഖാവ് കൃഷ്ണപിള്ളയെ കുറിച്ചുള്ളതാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളും കോളേജിലുള്ള അവിടുത്തെ രാഷ്ട്രീയ ആൾക്കാരോടൊക്കെ ചോദിച്ച് അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കി. പക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല. അതൊക്കെ ഡയറക്ടറുടെ കയ്യിൽ തന്നെയായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് അഭിനയിച്ചൊക്കെ കാണിച്ചു തരും അന്നത്തെ അഭിനയം. എന്നാൽ ആ കാലഘട്ടത്തിൽ ആക്ടിങ്ങിനെ കുറിച്ച് വരെ പുള്ളി റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും. എനിക്ക് ഏറ്റവും പ്രയാസമായിരുന്നു പാട്ടിൽ അഭിനയിക്കാനും നാണം അഭിനയിക്കാനും ഒക്കെ. അപ്പോൾ പുള്ളി തന്നെയാണ് നാണിച്ച് ഇങ്ങനെ നോക്കൂ, അങ്ങനെ തിരിഞ്ഞു നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പുള്ളിക്ക് നല്ല സാറിന് അതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഒരുപാട് കാലം റിസർച്ച് ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനും. ഓരോ ആക്ടറിനെ പറ്റി അവിടെ ഇതുവരെ സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാരാണ്, അവരോട് പറഞ്ഞ് ഇത് ഇന്നതാണ്, അങ്ങനെയാണ് സമയമെടുത്ത് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് തയ്യാറെടുപ്പൊന്നും ചെയ്യേണ്ടി വന്നില്ല. കനൽ വഴികളിലെ വിശേഷങ്ങൾ മാത്രം പോരല്ലോ മീഡിയ വണ്ണിൽ അതിഥിയായി എത്തുമ്പോൾ. സ്വാഭാവികമായിട്ടും MIT മ്യൂസിയെ കുറിച്ചും അതിലെ പാത്തുവിനെ കുറിച്ചും നമ്മൾ പറയേണ്ടി വരും. എന്തൊക്കെയാണ്? MIT മ്യൂസിയയിലെത്തിയത് എൻ്റെ മൂസക്കായി വഴി തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോടാണെങ്കിലും ഞാൻ കോഴിക്കോടാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ് എൻ്റെ സ്ഥലം. അവിടെയൊക്കെയാണ് പഠിച്ചതും വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഞാനും വിനോദേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും, സംസാരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം. ഞങ്ങൾ ഫോണിൽ വർത്താനം, നിങ്ങൾ എവിടെയാണേ, നിങ്ങൾ എപ്പോൾ വരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുരഭിയുമ്പോൾ ഒരു പരിപാടി ചെയ്യണം, ഏതെങ്കിലും ഒരു ചാനലിൽ നായികയായിട്ട് ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വന്നു വിട്ടത്. അപ്പോൾ ഷാജിയേട്ടൻ ഇതിൻ്റെ ഡയറക്ടർ ഒരു പാത്തുവിനെ തേടി ഇങ്ങനെ അലയുകയായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ പാത്തുൻ എത്തിയത്. നേരത്തെ സുരഭി ചെയ്തിരിക്കുന്ന വേഷങ്ങളിലൊക്കെ, വേഷങ്ങൾ എന്ന് വെച്ചാൽ സിനിമകളിലല്ല, അല്ലാതെ റിയാലിറ്റി ഷോയിലായാലും സ്റ്റേജ് ഷോകളിലൊക്കെ ആയാലും ചെയ്യുന്നതിലൊക്കെ ഈ കോഴിക്കോടൻ സ്ലാങ് സുരഭി വേറൊരു ആംഗിളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിനോദ് കൗർ അവതരിപ്പിക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ശൈലിയില്ല. അത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചാലും എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാലും കോഴിക്കോടുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുമോ, അത് നമ്മളൊരു കോഴിക്കോടിൻ്റെ ഒരു ഇതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ കണ്ട പോലുള്ള ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് അഭിനയിക്കുന്ന പോലെ തന്നെയുള്ളൂ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ ഷൂട്ടുള്ളത്. ഇതിലുള്ളവരെല്ലാവരും ഇപ്പം ഇതിലെ ഡയറക്ടറാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഷ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അല്ല, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പിന്നെ സജീഷ് ഏട്ടൻ സ്ക്രിപ്റ്റ്, ക്യാമറ, ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് 4-5 ദിവസം ആർമതിച്ചൊരു ടൂറ് പോലെ വന്നു പോകുന്നതാണ്. ഇതിനെങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ? നല്ല ഞാൻ വിചാരിച്ചത് ഇത് കോഴിക്കോട് മാത്രം ഒക്കെ ആയിരിക്കും ആൾക്കാർ ഇത് കാണും, മലപ്പുറം, കോഴിക്കോട് നമ്മളുടെ ഒരു. പക്ഷേ ഇതിന് കൂടുതലും എറണാകുളത്തും അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിലില്ലേ ഞങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ റിപ്പീറ്റൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ പുറത്തുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോഴിക്കോടൻ വർത്താനം നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ വിനോദേട്ടനെ അങ്ങനെ കണ്ടിട്ടുണ്ട്, എന്നെ കാണാത്തതിലുള്ളൊരു പുതുമ. ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു താത്ത മോൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മോനെ നിർത്തടാ, വണ്ടി നിർത്ത് പാത്തുമ്മാന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഈ അടുത്ത് ഒരു ചാടി വന്നിട്ട് ഈ പൊട്ടൊന്നും തൊടണ്ടട്ടോ, ഈ ഞങ്ങളെ പാത്തുമ്മയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര. പിന്നെ ഇന്നലെ ഞങ്ങൾ മീഡിയ ഇതിൽ അഭിനയിച്ചതിന് നല്ല കോമഡി ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി. കണ്ണൂർ മുരളി
അവാർഡ്. അത് ലയൺസ് ക്ലബും പിന്നെ വേറൊരു സ്പോൺസേഴ്സൊക്കെ ഉള്ളതായിരുന്നു. അവര് അവിടെ ചെന്ന സമയത്തും കുറേ ആൾക്കാർ വന്നിട്ട് കൊട്ടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലുള്ള ഡയലോഗുകളാണ്, കുട്ടികളായിട്ടുള്ള കുട്ടികളാണ്. ആ എപ്പിസോഡിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. കൊട്ടിപ്പിച്ചു ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതിലുള്ള ഡയലോഗുകൾ നമ്മളോട് പറയുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണും. ഞങ്ങളും 3-4 പ്രാവശ്യത്ത് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതിന് മീഡിയ വണ്ണിനോട് ഭയങ്കര ഒരു കുറേ അധികം സിനിമകളിൽ സുരഭി ഇതിനോടകം ചെയ്തു. കഴിഞ്ഞൊരു 4-5 വർഷത്തിനുള്ളിൽ 10-20-25 സിനിമകളുടെ അടുത്ത് സുരഭി ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ സുരഭിയോടൊപ്പം റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ കൂടെ തന്നെ സുരഭി പിന്നീട് ചെയ്ത സിദ്ധാർത്ഥിൻ്റെ ഒക്കെ കൂടെ ചെയ്ത സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തിരക്കഥയിലൊക്കെ വേഷം, കാരണം ഒരു എനിക്ക് തോന്നുന്നു സുരഭി ചെയ്തിരിക്കുന്ന വേഷങ്ങളിലൊക്കെ ഗുൽമോഹർ ആയാലും തിരക്കഥയായാലും ഇപ്പോൾ വസന്തത്തിന്റെ കനൽ വഴികളായാലും ഒക്കെ ഒരു ചരിത്രത്തിന് കൃത്യമായ, അല്ലെങ്കിൽ ഒരു സുരഭി അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല, അതിനൊരു കൃത്യമായ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള ഒരു ചിത്രങ്ങളാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ തയ്യാറെടുപ്പുകളും വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനത്തെ കൂടുതൽ. ഇപ്പോൾ ഇനി അടുത്തത് വിദൂഷകൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അത് നമ്മുടെ സഞ്ജയൻ എഴുത്തുകാരൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സിനിമയാണ്. അതും ചരിത്രത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. അദ്ദേഹം ഞാനൊരു രുദ്രാക്ഷ മഹാത്മ്യം സ്കൂളിൽ പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ. 1943 അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടത്തിൽ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഓട്ടോബയോഗ്രാഫിയൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കും. അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ആ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കാനും ചരിത്രം പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ. അല്ലാത്തതും ഉണ്ട്. പിന്നെ പലപ്പോഴും ചുരുങ്ങിയ ബഡ്ജറ്റുള്ളതാ സിനിമകളായിരിക്കും. അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ റിസർച്ച് ചെയ്യാണ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ തിയേറ്റർ ആയതുകൊണ്ട് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഇവർ അല്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ ആൾക്കാരെക്കാൾ കൂടുതൽ തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അത് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ദൂഷകനല്ലാണ്ട് മറ്റ് പ്രൊജക്ടുകൾ ഏതെങ്കിലും ഇപ്പോൾ ഇനിയും മേലിലെ രാജശേഖരൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡയറക്ടറാണ്. കുറേ കാലമായിട്ട് പുള്ളി അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ജോയ് മാത്യു ഹീറോ ആവുന്ന ഒരു സിനിമയുണ്ട്. സാറിൻ്റെ ഹീറോയിനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അദ്ദേഹം വലിയൊരു നാടക പ്രവർത്തകനാണ്. ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പം കോഴിക്കോടുകാരനാണ്. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കോഴിക്കോടുകാരനുള്ള ഒരു സ്നേഹമുണ്ട് പുള്ളി കൂടെ അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം. അതിൻ്റെ ഒരു സന്തോഷത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ്. തിയേറ്ററിൽ റിസർച്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തിയേറ്ററിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ഉണ്ടായിരുന്നു. അബുദാബി തിയേറ്റർ ഫെസ്റ്റിവൽ അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ JNUയുടെ ഒരു ജവഹർലാൽ നെഹ്റു ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അത് വലിയൊരു സന്തോഷമായി. കാരണം ഈ പഠനത്തിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അക്കാഡമിക് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അവാർഡുകളും ഇതൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണിത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കിട്ടി. പിന്നെ സബർമതി പുരസ്കാരം, പിന്നെ ബെസ്റ്റ് ആക്ടറിൻ്റെ ഇത്, അങ്ങനെയൊക്കെ ശരിക്കും കരിയറിലൊരു നല്ലൊരു വളരെ മോട്ടിവേഷൻ കിട്ടിയൊരു ഇതാണ് തോന്നുന്നുണ്ടല്ലോ. അത് ബെസ്റ്റ് ആക്ടറിലൊക്കെ വന്ന അത് എൻ്റെ യൂണിവേഴ്സിറ്റിയും എൻ്റെ ഹോസ്റ്റലിലും എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഒരു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതൊക്കെ തന്നെ. ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ BA ഭരതനാട്യം ആയിരുന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അഭിനയത്തോടുള്ള ഇഷ്ടം കാരണം ഞാൻ തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം നരിക്കുഞ്ഞ് ഒരു ദിനേശ് ടാക്കീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സിനിമ അതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നാടകമാണ് കൂടിയാട്ടാണെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ പിന്നെ അതിനോട് ഭയങ്കര ഒരു ക്രേസായി. അങ്ങനെ അവിടെ ഇപ്പോൾ തിയേറ്റർ റെപ്പർട്ടറികളുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് നാടകങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാടകം കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നാടകം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് രണ്ട് മീഡിയ ആണല്ലോ, സിനിമയും നാടകവും. പക്ഷെ രണ്ടിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന ആളും സിനിമാ നടന്മാരും സിനിമയിലുള്ളവരും എല്ലാവരും ഉണ്ട്. നല്ല സുഖം തന്നെയാണ്, രസമാണ്. അവിടെ യൂണിവേഴ്സിറ്റിയിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ കരിയറിനെ മാറ്റി മറിച്ചത്. അവിടെ അച്ഛനൊപ്പം നൃത്തം കൊണ്ടുപോകുന്നുണ്ടോ അപ്പം? ഇടയ്ക്ക്. പിന്നെ ഇതിലെന്തായാലും ഡാൻസൊക്കെ വേണ്ടി വരും നാടകത്തിൽ പല സമയത്തും. പിന്നെ ബോഡിയാണ് തിയേറ്ററിൽ ചെയ്യുമ്പോൾ വേണ്ടത്. അതിനൊരു മെയ്വഴക്കം കിട്ടാൻ നൃത്തം സഹായിച്ചിട്ടുണ്ട്. പിന്നെ നൃത്തം കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയത്തിലേക്ക് നൃത്തം കുറച്ചും കൂടി അഭിനയം കൂടുതലായിട്ട് നിപ്പിലും നോട്ടത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് കൊണ്ട് അതൊക്കെ അങ്ങനെ മാറ്റിപ്പിടിക്കാൻ ഉള്ള അത്രയും കഴിവായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു
മെയ്സാധകമായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിനയത്തിലൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റാത്ത സമയത്ത് വീണ്ടും നൃത്തത്തിലേക്ക് തന്നെ സജീവമാവാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നിധി പോലെ. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുണ്ട് സുരഭിക്കെന്ന് അറിയാം. കാരണം കോഴിക്കോടിൻ്റെ തനതായ ശൈലിയും ഏത് വേഷങ്ങൾ കിട്ടിയാലും തന്മയത്വത്തോടെ അഭിനയിക്കാനുള്ള കഴിവും സുരഭിക്കെന്നും മുതൽക്കൂട്ടായിരിക്കട്ടെ. കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ന്യൂസ് 1 മോർണിംഗിൽ അതിഥിയായി വന്നതിന്. അതെ, MIT മൂസയെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി പറയുകയാണ്. ആ പ്രോഗ്രാം ഇത്രയേറെ വിജയം ആക്കി തന്നതിന് നന്ദി.